ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇസ്ലാമിന്റെ നിയമം എന്താണെന്ന് പണ്ഡിതന്മാർ പറയും. ഞങ്ങളുടെ മേലേക്ക് കുതിര കയറാൻ വരേണ്ടെന്നും മതവിധി പറയുന്നത് മുസ്ലിങ്ങളോടാണെന്നും കാന്തപുരം. MV ഗോവിന്ദന്റെ ജില്ലയിൽ 18 ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സ്ത്രീയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യം. മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അവർ നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ പ്രസ്താവന വേണ്ടു. അയാളുടെ പാർട്ടിയിൽ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്ത് നോക്കി. ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേര്. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെ മോനെ കിട്ടിയിട്ടില്ല. ഈ 18 പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ നിന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞ വിമർശനത്തിന് മറുപടി പറയുകയാണ് കാന്തപുരം. അതോടൊപ്പം ഇതൊരു CPM AP വിഭാഗം പോരായി മാറുകയാണ്. തീർച്ചയായും ജിജീഷ്, അങ്ങനെ തന്നെയാണ്. കാലങ്ങളായി ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM-ഉം കാന്തപുരം വിഭാഗവും. അവരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഏറ്റുമുട്ടുന്നത്. അതും അവരുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് നേതാക്കൾ കാന്തപുരം ഭാഗത്ത് നിന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും CPM-ന്റെ ഭാഗത്ത് നിന്ന് MV ഗോവിന്ദനുമാണ് പരസ്പരം ഈ വാക്വാദങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മെക്സവൻ അടക്കമുള്ള പല വ്യായാമമുറകളിലും ഈ സ്ത്രീ പുരുഷ ഇടകല്ലൽ വലിയ രീതിയിൽ വ്യാപകമായിരുന്നു. ഇതിനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിനെതിരെയാണ് ഇന്ന് പാലക്കാട് നിന്ന് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ ഈ CPM-ന്റെ സംസ്ഥാന വിമർശനം ഉന്നയിച്ചത്. ഈ പൊതുയിടങ്ങളിലൊക്കെ സ്ത്രീകൾ ഇറങ്ങരുത് എന്നുള്ള പിന്തിരത്ത നിലപാടെന്നും അങ്ങനെ ഷാട്ടിയും പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നടക്കമുള്ള ഒരു പരോക്ഷ വിമർശനമാണ് നടന്നതെങ്കിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് തന്നെ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ MV ഗോവിന്ദൻ ജില്ലയിൽ 18 ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സ്ത്രീയില്ല എന്ന് അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ സ്ത്രീകളെ പരിഗണിക്കാത്തതെന്നും ഞങ്ങളുടെ മേലേക്ക് കുതിര കയറാൻ വരണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മതവിധി പറയുന്നത് മുസ്ലിങ്ങളോടാണ് എന്നും അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനം പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ നേരിട്ട് പറയുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ MV ഗോവിന്ദന്റെ വിമർശനത്തിന് പിന്നാലെ തന്നെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലിക്ക് ഒരു വലിയ വിമർശനമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ കാന്തപുരം തന്നെ നേരിട്ട് CPM-നെതിരെ അല്ലെങ്കിൽ CPM-ന്റെ സെക്രട്ടറിക്കെതിരെ തന്നെ അതിരൂക്ഷ വിമർശനം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയും, അത് അവർക്ക് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹത്തോട് പറയുന്നുണ്ട്. നേരത്തെ വലിയ തരത്തിൽ ഈ ഇവിടേക്ക് തിരികേഷ നടക്കൽ കൊണ്ടുവന്ന സമയത്ത് ഇത് ബോഡി വേസ്റ്റ് ആവുന്ന തരത്തിൽ പിണറായി വിജയന്റെ അടുത്ത് വലിയ പ്രസ്താവന വന്നിരുന്നു. അന്നെല്ലാം തരത്തിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നതിന് പിന്നാലെയാണ് വലിയൊരു കാലഘട്ടത്തിന് ശേഷം CPM-ഉം കാന്തപുരം വിഭാഗവും നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ മെക്സവൻ അടക്കമുള്ള വ്യായാമവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് വലിയ കാര്യം. ഈ മെക്സവൻ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന CPM ആണ് എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ വലിയ പ്രതിഷേധം വരുന്നതിന് പിന്നാലെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. മോഹൻ തന്നെ ആ വിഷയത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. പക്ഷേ ഈ കാന്തപുരം വിഭാഗം അന്നും ഇന്നും ആ നിലപാടിൽ ഉറച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളടക്കം ഈ സ്ത്രീയും പുരുഷനും ഇടകലെന്ന വ്യായാമങ്ങളിൽ പങ്കെടുക്കാനില്ല എന്ന ഒരു തവണ പറഞ്ഞു. ഇന്നലെ അത് കാന്തപുരം ആവർത്തിക്കുന്ന നിലപാട് നമ്മൾ കണ്ടു. ഇങ്ങനെ വീണ്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ അതിരൂക്ഷ വിമർശനം പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ വലിയ വിമർശനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിൽ ഇതെല്ലാം തിരിച്ചടിയാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കാലങ്ങളായി ഈ CPM-നെ മലബാറിലടക്കം വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നതാണ് ഈ കാന്തപുരം വിഭാഗം. ആ വിഭാഗമാണ് ഇപ്പോൾ നേരിട്ട് തന്നെ അതാണ് മെക്സവൻ വിവാദത്തിൽ തുടക്കത്തിൽ തന്നെ ഇടപെട്ട ഒരു മുസ്ലിം സംഘടനയായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ സംഘടന. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AP സുന്നികൾ വലിയ തരത്തിൽ തുടക്കത്തിൽ CPM-ന്റെ നിലപാടിന് മെക്സവനെതിരായ നിലപാടിന് തുടക്കത്തിൽ ഒരു അനുയോജ്യമായ നിലയിൽ അവരുടെ പ്രതികരണം വന്നത് CPM-നും തുടക്കത്തിൽ ഒരു ഗുണം ഉണ്ടായതാണ്. പക്ഷേ അതാണ് ഏറ്റവും ഒടുവിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ആഷിഖ്, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ മെക്സവൻ വിവാദം ഉണ്ടായപ്പോൾ മുസ്ലിം സംഘടനകളിൽ നിന്ന് ആദ്യം CPM-ന്റെ നിലപാടിന് ഒരു പിന്തുണ വന്നത് AP-യുടെ ഭാഗത്ത് നിന്നായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് CPM ആണ് ആദ്യം ഇത്തരത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള വലിയ വിമർശനം നടത്തിയത്. ശേഷം ഈ വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ നിന്നടക്കം വന്നതോടെയാണ് CPM ജില്ലാ സെക്രട്ടറി തന്നെ തങ്ങൾ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞ് ഈ വിഷയത്തിൽ പിൻവാങ്ങിയത്. പക്ഷേ കാന്തപുരം വിഭാഗം അന്ന് തന്നെ ഇത്തരത്തിലുള്ള വ്യായാമുറകൾ
അതിൽ മതവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗാനങ്ങളും പ്രചാരണങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ഇടക്കലറലടക്കം അതിൽ ഉണ്ട് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഒരു കാലത്തിൽ ഈ അബ്ദുൽ ഹക്കീം അസ്വരി തന്നെ ഈ മെക്സവനിൽ പങ്കെടുത്ത ഒരു കാര്യവും വീഡിയോ അടക്കം നമ്മൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം അവർ അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ നിലപാട് പരസ്യമാക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്ന സമസ്തയാണ്, കാന്തർ വിഭാഗത്തിന്റെ സമസ്തയാണ് ആദ്യം ഈ കഴിഞ്ഞ ഘട്ടത്തിൽ അതിന്റെ ഒരു ജാഗ്രത വേണമെന്നൊരു പ്രസ്താവന ഇറക്കിയത്. അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടായത്. അതിൽ വീണ്ടും ആ നിലപാട് ആവർത്തിച്ചുകൊണ്ട് കാന്തറും AP അബൂബക്കർ മുസ്ലിയാർ തന്നെ അവരുടെ ഏറ്റവും പരമോന്നത നേതാവായ കാന്തവറും തന്നെ രംഗത്തെത്തിയിരുന്നു. അതിനെതിരെയാണ് CPM ജില്ലാ സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വലിയൊരു വിമർശനം നടത്തിയത്. പരോക്ഷമായ രീതിയിലാണെങ്കിൽ പോലും കൃത്യമായി കാന്തൂർ വിഭാഗത്തിന് മനസ്സിലായത് അത് തങ്ങൾക്കെതിരെയാണെന്നാണ്. അത് വലിയ തരത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു ആര് പറഞ്ഞാലും അത് തങ്ങൾ മുഖവിലെടുക്കുകയില്ല, അതിന് കൃത്യമായി മറുപടി നൽകും എന്നൊരു സന്ദേശം തന്നെയാണ് ഈ കാന്തൂരത്തിന്റെ മറുപടി എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ആലപ്പുഴയിൽ നിന്നൊരു പരിപാടിയിലാണ് തുടരുക. ഇന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പരോക്ഷമായി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ചില ആളുകൾ പിന്തിരിപ്പൻ നിലപാടിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെ ശാഠ്യം പിടിച്ചു നിന്നാൽ സമൂഹം മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശാഠ്യം പിടിച്ചവർക്ക് അവിടെ നിൽക്കാനാവില്ല. ആഷിക്ക് തുടരുകയാണ്. ആഷിക്ക്, MV ഗോവിന്ദൻ പറയുമ്പോൾ ഒന്ന് പൊത്തിക്കൊണ്ട് പേര് പറയാതെയാണ് വിമർശനം, പക്ഷേ കാന്തപുരത്തിന്റെ കാര്യത്തിൽ നേരിട്ടുള്ള വിമർശനമാണ് വരുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം ഈ MV ഗോവിന്ദന് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ കാലങ്ങളായി ഈ കാന്തൂർ വിഭാഗം ഈ CPM പിന്തുണയുന്ന ഒരു പ്രസ്ഥാനമാണ്. മലബാറിലടക്കം ഈ കോഴിക്കോട് ജില്ലയിൽ നോക്കിയാൽ തന്നെ ഭൂരിഭാഗം MLA-മാരടക്കം CPM-ന്റേതാണ്. അങ്ങനെ വലിയ തരത്തിൽ കാന്തൂർ വിഭാഗം വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് CPM. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ നേരിട്ട് ഒരു വിമർശനം ഉന്നയിക്കുക നിലവിൽ പ്രായോഗികമല്ല. പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ സംഘടന നടക്കുന്നു. അടുത്തതായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബറോടുകൂടി വരുന്നു. ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൽ പല മണ്ഡലങ്ങളിലും ഈ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് വളരെ നിർണായകമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിമർശനം, ഒരു പരോക്ഷമായ ഒരു വിമർശനം ഈ MV ഗോവിന്ദൻ നടത്തിയത്. പക്ഷേ നേരിട്ട് തിരിച്ച് അവർക്ക് അങ്ങനെയല്ല, അവർ നേരിട്ട് തന്നെ ആക്രമിക്കുന്നു. അത് പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് സാദിഖലിതങ്ങൾ, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ സാദിഖലിതങ്ങൾ പലപ്പോഴും ഈ മർക്കസ് അടക്കം സന്ദർശിക്കുകയും നോളജ് സീറ്റ് അടക്കം സന്ദർശിക്കുകയും കാന്തൂരും ഭാഗമായി പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നേരിട്ടുള്ള ഒരു ആക്രമണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ സാദിഖലിതങ്ങൾ എല്ലാ മുസ്ലിം സംഘടനകളും, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള എല്ലാ മുസ്ലിം സംഘടനകളുമായും ഒരു പ്രത്യേക ബന്ധം സൂക്ഷിക്കുകയും അതിൽ കാന്തൂരും ഭാഗമായി തന്നെ പ്രത്യേക ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഈ വിമർശനം കാണുന്നതിന് വരും. കാരണം CPM-യുമായി കാലങ്ങളായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം അവരുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ നേരിട്ട് ഒരു വിമർശനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടി സൂചനയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരും. സുജീഷ്, ശരി. ആഷിക്ക്, എന്തായാലും MEC-7 വിവാദത്തിൽ തുടങ്ങിയ നിലപാട് പറച്ചിൽ അത് ഏറ്റവും ഒടുവിൽ CPI-യും AP അബൂബക്കർ മുസ്ലിയാരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയാണ്. വിശദാംശങ്ങൾ നൽകിയായിരുന്നു ആഷിക് റഹ്മാൻ.